അപ്പം നമ്മൾ കുറേ നാൾക്ക് ശേഷം ഇന്ന് 4:30 കണി കണ്ടു കേട്ടോ. അപ്പോൾ ഇന്ന് നേരത്തെ എണീറ്റത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇന്ന് കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സ്വന്തക്കാരാണേ. അപ്പോൾ അവർക്കിന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കുവാണ്. ഏകദേശം 10, 15 പേരുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും പേർക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത്. സാധാരണ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്നങ്ങ് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഞാനങ്ങ് ഏറ്റെടുത്തേ. അപ്പോൾ രാത്രി തന്നെ ഞാൻ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ എളുപ്പമായിരുന്നു രാവിലെ എണീറ്റപ്പോഴേ. കാരണം നമ്മൾ ചിക്കൻ വരെ മസാല തേച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് രാവിലെ ഏറ്റ് പണികളൊക്കെ എളുപ്പമായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ഞാൻ ചിക്കനെല്ലാം ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടു. നമ്മൾ പുറത്ത് അടുപ്പ് കത്തിച്ചാണ് കേട്ടോ ഇട്ടത്. നമ്മൾ ഗ്യാസ് അടുപ്പിൽ ചെയ്ത് വരുമ്പോഴത്തേനും നല്ല സമയം പോവും. അതുകൊണ്ടാണ് ഞാൻ വിറകടുപ്പിൽ ചെയ്തത്. അങ്ങനെ ചിക്കൻ്റെ മസാലയൊക്കെ റെഡിയാക്കി. ബിരിയാണി റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും സബോളയെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതും അതുപോലെ തന്നെ നമ്മുടെ സാലഡൊക്കെ റെഡിയാക്കി. അങ്ങനെ ഏകദേശം ഒരു 10:30 ആയപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ വന്ന് ഫുഡൊക്കെ കൊടുത്ത് അവർ പോയി കഴിഞ്ഞ് നമുക്ക് തൊടുപുഴ വരെ ഒന്ന് പോകാനുണ്ടായിരുന്നേ. അങ്ങനെ തൊടുപുഴയിൽ പോയി നമ്മൾ പോയ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വെറുതെ ഒന്ന് സ്റ്റുഡിയോയിൽ കയറി കേട്ടോ. സ്റ്റുഡിയോയിൽ ഇപ്പം നല്ല ഓഫറൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം സെയിൽ നടന്നുകൊണ്ടിരിക്കുവാണല്ലോ. അപ്പം നമ്മുടെ ടീഷർട്ടിനും അതുപോലെ തന്നെ ഷൂസിനും ചെരുപ്പുകൾക്കൊക്കെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അടുത്തുള്ള സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് പോയി നോക്കിക്കോ. അപ്പോൾ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ സെയിലെന്ന് തോന്നുന്നു.